ആ നീയായിരുന്നു ആങ്ങളാവല്ലേ? അതുകൊണ്ട് വാ ഇരിക്കടാ. നീ കഞ്ഞി കുടിച്ചടാ? കഴിച്ചിട്ടാ. എന്താടാ നിന്റെ വീട് പണിയൊക്കെ? വർക്ക് നടക്കുന്നങ്ങളെ അതിനു വേണ്ടി ഇപ്പൊ നാട്ടിലേക്ക് ലീവിനാണ്. നിന്റെ കൂടെ ഒരുമിച്ച് പിടിച്ചോണ്ടാണ് അവന് കൂടെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്ക്. അവനിപ്പോ ഇവിടെ ജോലിക്കൊന്നും പോകില്ലേ? നീ തന്നെ പോയി അവനോട് ചോദിച്ചു. ആ സോമന്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കലിന് അവന്റെ മെയിൻ പരിപാടി. എന്റെ പെൻഷൻ കാശ് ഇട്ടുകൊണ്ട് കൂടി ഈ കഞ്ഞി കുടിച്ചു പോകുന്നു. ഞാനെന്നാ അവനോട് സംസാരിച്ചിട്ട് വരാം. എന്താ മോനെ? നീയോ സന്ദീപ്? നീ എന്താ ജോലിക്കൊന്നും പോവാത്തെ? നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് ആലോചിച്ച് മൊത്ത ടെൻഷനില്ല. എടാ അച്ഛൻ അറിയാത്തോണ്ടാ ഞാൻ പണിക്കൊക്കെ പോകുന്നുണ്ട്. എടാ ഞാൻ നിനക്കന്ന് വിസ വരെ ശരിയാക്കിയതല്ലേ, നീ പിന്നെന്താ വരാൻ? ഞാൻ അച്ഛൻ പല രാത്രികളിലും അമ്മയുടെ പേര് വിളിച്ച് ഞെട്ടിണീക്കും. അച്ഛൻ പോലും അറിയാതെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാടാ ഞാൻ അച്ഛനെ വിട്ടു വരുന്നത്? എടാ പക്ഷെ അച്ഛന്റെ പെൻഷൻ തുകയുമില്ല, നിങ്ങളുടെ ചെലവുകൾ മൊത്തം നടന്നുകൊണ്ടിരിക്കണേ. എടാ അച്ഛന് പെൻഷൻ കിട്ടിയിട്ട് 5 മാസമായി. ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്ന കാശാണ് അച്ഛന്റെ പെൻഷൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത്. അച്ഛൻ ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതും കൂടെ താങ്ങാനുള്ള ശേഷി ആ മനസ്സിനുണ്ടാവില്ല. കഞ്ഞി കുടി.